ാര് പെണ്ണിന്റെ വേഷം കെട്ടുന്നതും പെണ്ണ് പുരുഷന്റെ വേഷം കെട്ടുന്നതും അല്ലാഹുവിന്റെ റസൂല് ലഅനത്ത് ചെയ്തതല്ലേ? ഓ ചെറുപ്പക്കാരികളെ, അതാ ജീൻസും പാന്റുമിട്ട് ടീഷർട്ടും ധരിച്ച് പുരുഷന്റെ വേഷത്തിൽ നടക്കുന്ന ചില പെൺകുട്ടികളില്ലേ? അതുപോലെ പെണ്ണിന്റെ വേഷമായിട്ട് അതാ നടക്കുന്ന പുരുഷന്മാരില്ലേ? പുരുഷന്റെ വേഷം കെട്ടുന്ന ചില സ്ത്രീകളില്ലേ? എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹന്നസത മിനർ റിജാലി വൽ മുതറജ്ജിലത മിനൻ നിസാ. പെണ്ണിന്റെ കൂട്ടത്തിൽ ആണിന്റെ വേഷം കെട്ടുന്നവരും ആണിന്റെ കൂട്ടത്തിൽ പെണ്ണിന്റെ വേഷം കെട്ടുന്നവരും അല്ലാഹു ലഅനത്ത് ചെയ്തുവെന്ന് പഠിപ്പിച്ചതല്ലേ? ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധത്തോടെ ജീവിച്ചില്ലെങ്കിൽ അതാ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം. ഈമാനില്ലാതെ തഖ്വയില്ലാതെ ഭക്തിയില്ലാതെ ജീവിച്ച മനുഷ്യനെ അല്ലാഹു പറയുന്നു, ആ ജീവിച്ച മനുഷ്യരെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പിടിക്കപ്പെടുന്നു. എങ്ങനെയാണ് പിടിക്കുന്നത്? ബിന്നവാസി വൽ അഖ്ദാം. തലമറക്കാതെ അങ്ങാടിയിലൂടെ നടന്ന പെണ്ണില്ലേ? തലമറക്കുന്നവരെ പരിഹസിച്ചവരില്ലേ? അതുപോലെ പല പല തെറ്റുകളും ചെയ്തവനില്ലേ? സുബ്ഹാനല്ലാഹ്. ഫയൂഖദു ബിന്നവാസി വൽ അഖ്ദാം. കാലിങ്ങോട്ട് പിടിക്കുന്നു, അതേ തലയുടെ മൂർധാവും പിടിക്കുന്നു, രണ്ടും കൂടി കൂച്ചിക്കെട്ടുന്നു, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകന്നിബാൻ. നിങ്ങൾക്ക് തന്ന ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്? റബ്ബ് പിന്നെയും ചോദിക്കുന്നു. അതിനുശേഷം പിന്നെ എറിയപ്പെടുന്ന ജഹന്നമിനെ കുറിച്ചാണ് പറയുന്നത്. ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. കൃത്യമായി നിസ്കരിക്കണേ, കള്ളം പറയരുതേ, നോമ്പെടുക്കണേ, സകാത്ത് കൊടുക്കണേ, ധർമ്മം ചെയ്യണേ, ഹജ്ജ് ചെയ്യണേ, കുടുംബ ബന്ധം ചേർക്കണേ, അയൽവാസികൾക്ക് നന്മ ചെയ്യണേ, പ്രായമുള്ളവരെ ബഹുമാനിക്കണേ, ബാപ്പാനെയും ഉമ്മാനെയും അനുസരിക്കണേ, മക്കളോട് കാരുണ്യം ചെയ്യണേ, ഭാര്യമാർക്ക് നന്മ ചെയ്യണേ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ കൽപ്പനയില്ലേ? ആ കൽപ്പനകളൊന്നും തന്നെ സ്വീകരിക്കാതെ ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീകളും ഭാര്യമാരെ ചതിക്കുന്ന പുരുഷന്മാരും അതുപോലെ ഹറാം ഹലാലില്ലാതെ സമ്പാദിക്കുന്ന സമ്പാദ്യക്കാരനും അതേ ഏത് തെറ്റുകൾക്കും ഒരു ചിന്തയുമില്ലാതെ നടന്നു പോകുന്നവനും അങ്ങനെ കുറെ ജനങ്ങളില്ലേ? ഓ ചെറുപ്പക്കാരെ, പടച്ചറപ്പിന്റെ കാരുണ്യമാണ് കേട്ടോ. ഇതൊക്കെ നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ പിന്നെ അവിടെ പടച്ചവന്റെ കോടതിയിലെത്തിയിട്ട് നിങ്ങളുടെ കാലും നിങ്ങളുടെ തലയും കൂട്ടി പിടിച്ചു കെട്ടുമ്പോ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പിന്നെ പറയാൻ പോകണ്ട. പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ് ഓരോന്നും ഓരോന്നും അടിക്കടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ജഹന്നമിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് റബ്ബ് സൂറത്തുർ റഹ്മാനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. ഈമാനില്ലാത്തവരും തമാടിത്തം ചെയ്യുന്നവരും തെറ്റുകൾ പ്രവർത്തിക്കുന്നവരും
അവർ കളവാക്കിയ ജഹന്നമാണിത്. നിങ്ങൾ കളവാക്കിയ ജഹന്നമാണിത്. തെറ്റ് ചെയ്ത പാപികൾ കളവാക്കിയ എന്ത് ജഹന്നം, എന്ത് നരകം എന്ന് ചോദിച്ചവരില്ലേ, അവർ കളവാക്കിയ ജഹന്നമാണിത്. ജഹന്നമാണത് എന്ന് അല്ല പറഞ്ഞില്ല, ജഹന്നമാണ് ഇത് എന്നാണ് അല്ല പറഞ്ഞത്. കാരണം വലിയ ദിവസം ബാക്കിയില്ല. ജഹന്നമിൽ കടന്ന് കാലകാലം താമസിക്കുന്നവരും സ്വർഗത്തിൽ കടന്ന് അവിടെ കാലകാലം താമസിക്കുന്നവരും അവൻ എത്രയോ കോടിക്കോടി വർഷം കഴിഞ്ഞാലും അതാ കുഫറോടെ മരിച്ചവൻ നരകത്തിൽ തന്നെ, ഈമാനോടെ മരിച്ചവൻ സ്വർഗത്തിൽ തന്നെ. അതിന്റെ കാലത്തിന് തീർച്ചയില്ല. പക്ഷേ അതിലേക്ക് എത്താനുള്ള സമയം വളരെ ചെറുതേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഇത് എന്നാണ് അല്ല പറയുന്നത്, അത് എന്നല്ല. ഹാദിഹി ജഹന്നമുല്ലത്തി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. മുശ്രിക്കീകളും അവിശ്വാസികളും തമ്മാടികളും കളവാക്കിയ ജഹന്നമാണിത്. ആ ജഹന്നമിലേക്കാണ് വലിച്ചെറിയപ്പെടുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നേരത്തെ തന്നെ വിവരം നൽകുകയാണ്. സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങണ്ട, നിസ്കാരം ഖളാക്കണ്ട, നീ വേണ്ടാത്ത ഒന്നിലേക്കും പോകണ്ട. ചുരുങ്ങിയ കാലമേ ഇവിടെ ജീവിക്കാനുള്ളൂ. എത്ര പേരുടെ പേരാണ് നമ്മളിവിടെ പറഞ്ഞത്, എത്ര പേരുടെ പേരാണ് പറയാനുള്ളത്. അവരൊക്കെയും ഈ ജീവിതം കഴിഞ്ഞു പോയില്ലേ സുഹൃത്തുക്കളെ? അത് നമ്മുടെ മനസ്സിലും എപ്പോഴും ഓർമ്മ വേണം. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ